സ്കൂളിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ CS ശ്രീജ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീജ, വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത് നെടുമങ്ങാട്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ? മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീജ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. എത്ര വലിയ അപകടമാണ് നെടുമങ്ങാട് നടന്നിരിക്കുന്നത്? ഒരു 45-ന് പുറത്ത് ആളുള്ള ഒരു വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വന്നിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 60 വയസ്സിന് പുറത്തുള്ള ഒരു അമ്മ ഡെത്ത് ആയിട്ടുണ്ട്. ബാക്കി ചെറിയ കുട്ടികൾ ഉൾപ്പെടെയാണ് 45 പേരോട് കൂടുതൽ വരുന്ന ആൾക്കാർ ആ വണ്ടിയിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? എന്താണ് സാഹചര്യം? ഗുരുതരമായിട്ടുള്ള ഒരു കുറച്ചു പേരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു കണക്ക് ലഭ്യമാകുമോ? എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, എത്ര പേർക്ക് സാരമായി പരിക്കേറ്റു, അങ്ങനെ അത് സംബന്ധിച്ച് കണക്കുകൾ ലഭ്യമായിട്ടുണ്ടോ? ലഭ്യമായിട്ടില്ല. ഈ മരിച്ച സ്ത്രീ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് ഇതുവരെ ആരാണെന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന പേഷ്യൻസിനോട് ചോദിച്ചാലും അവർക്ക് പറയാനായിട്ട് അറിയില്ല. ഇത് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയതാണോ അതോ? അല്ല, ഫാമിലി പല ഫാമിലിയും ഒരുമിച്ച് പോയിട്ടുള്ള ഒരു യാത്രയാണ്. എന്താണ് ഈ ഒരു അപകടത്തിന് കാരണം? ബസ് അമിത വേഗതയിലായിരുന്നു അതോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു? വേഗത ഉണ്ടായിരുന്നു. ഇതിൽ പറയുന്നത് ഇപ്പോ അപകടത്തിൽപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ ചോദ്യം പറയുന്നത് വേഗതയിൽ പോകുമ്പോൾ വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ മറിഞ്ഞെന്നാണ് പറയുന്നത്. വളരെയധികം നന്ദി ശ്രീജ. ഇപ്പോൾ